മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെടുങ്കണ്ടം തൂക്കുപാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ മർദ്ദിച്ചതുകൊണ്ടുള്ള മനോവിഷമം മൂലമെന്ന ആരോപണം. വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ ബോധപൂർവം ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുവെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. മുക്കുവെണ്ടം പണയം വെച്ച് പണം തട്ടി മുങ്ങിയ പിടികിട്ടാപ്പുള്ളിയായ യുവതിയെ 19 വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി. മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസെയിലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. വിശദമായ വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം തൂക്കുപാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ മർദ്ദിച്ചതുകൊണ്ടുള്ള മനോവിഷമം മൂലമെന്ന ആരോപണം. CITU പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധിച്ചു. തൂക്കുപാലം കല്ലുമ്മക്കല്ല് സ്വദേശി സോണി ജോസഫാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. തൂക്കുപാലത്ത് വർഷങ്ങളായി ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ആളാണ് സോണി ജോസഫ്. കഴിഞ്ഞ ദിവസം ടൗണിൽ പ്രവർത്തിക്കുന്ന സോണി ഫിഷറീസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ഇയാൾ വാക്കുതർക്കത്തിലേർപ്പെട്ടിരുന്നു. ജീവനക്കാർ ഇയാളെ മർദ്ദിച്ചതായാണ് ആരോപണം. ഇതേ തുടർന്നുണ്ടായ മനോവിഷമത്തെ തുടർന്ന് സോണി രാത്രിയോടെ ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. സംഭവത്തിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് CITU പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സോണി ഫിഷറീസിലെ തൊഴിലാളികൾ അദ്ദേഹത്തെ മർദ്ദിക്കുകയും മർദ്ദനത്തിൽ മനം നൊന്ത് അദ്ദേഹം സ്വന്തം വീട്ടിൽ ചെന്ന് ആത്മഹത്യ ചെയ്യുകയും ഇന്നലെ സന്ധ്യയോടുകൂടി അദ്ദേഹം മരണമടയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തൂക്കുപാലം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനും CITU അതുപോലെ തൂക്കുപാലം ലോക്കൽ കമ്മിറ്റിയും ശക്തമായ രീതിയിൽ കൂടെ പ്രതിഷേധിക്കുകയും ഇന്ന് വാഹനങ്ങൾ ഓടിക്കാതിരിക്കുകയും ഇതിനെ കാരണക്കാരായ മുഴുവൻ ആളുകളെയും പോലീസ് നടപടിയെടുത്ത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തുടർന്ന് നെടുങ്കണ്ടം പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും പരേതരായ സോണിയുടെ സംസ്കാരം നടന്നു.
സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ ബോധപൂർവം ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുവെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പറഞ്ഞു. CPI ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മൂന്നാറിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില ഫോറസ്റ്റ് ഓഫീസർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനവും സ്വീകരിക്കുന്നുണ്ടെന്നും സലിംകുമാർ പറഞ്ഞു. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഈ കാര്യങ്ങളിൽ ഇടപെടുവാനും അത്തരം കാര്യങ്ങൾക്ക് ഫണ്ട് വിനിയോഗിക്കുവാനും എല്ലാം കഴിയുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചാൽ ആ മേഖലകളിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുവാൻ വേണ്ടി കഴിയും. വനാതിർത്തിയിൽ തന്നെ 30 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്നുണ്ട് എന്നാണ് ഫോറസ്റ്റിന്റെ കണക്കുകളിലൂടെ പുറത്തു വരുന്നത്. അപ്പൊ ഈ പറയുന്ന തരത്തിലേക്ക് വന്യമൃഗങ്ങളുടെ ശല്യം, വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണം തടയുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കർശനമായ നിയന്ത്രണവും നടപടിയും ഉണ്ടായെങ്കിൽ ഒരു പരിധി വരെ തടയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ കേരളത്തിലാണെങ്കിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതായിട്ടുള്ള ആരോപണം ഉയരുന്നുണ്ട്. പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ പറയാൻ, തള്ളിക്കളയേണ്ട ഒരു വാദമല്ലാതെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ചില ഏജൻസികൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിശേഷിച്ച് നമ്മുടെ ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട്. അത്തരം ആളുകളെ ഇത്തരം സംഭവങ്ങളെല്ലാം പെരുപ്പിക്കുവാനും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനും ഇടയാവുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട്. റിട്ടയർഡ് ചെയ്ത ചില ഫോറസ്റ്റ് ഓഫീസർമാരായിട്ടുള്ള IFSകാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനവും സ്വീകരിക്കുന്നുണ്ട്. മുക്കുവെണ്ടം പണയം വെച്ച പണം തട്ടിമുങ്ങിയ പിടികിട്ടാപ്പുള്ളിയായ യുവതിയെ 19 വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി. തങ്കമണി പാലോളിൽ വിനീത തങ്കപ്പനാണ് എറണാകുളത്ത് നിന്ന് പിടിയിലായത്. 2006 ഫെഡറൽ ബാങ്ക് കട്ടപ്പന ശാഖയിൽ 50 ഗ്രാം മുക്കുവെണ്ടം പണയം വെച്ച് 25,000 രൂപ തട്ടിയെടുത്ത ശേഷം മുങ്ങിയ കേസിലാണ് തങ്കമണി പാലോളിൽ വിനീത തങ്കപ്പൻ പിടിയിലായത്. 2006 അറസ്റ്റിലായ യുവതി ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയതിനെ തുടർന്ന് കട്ടപ്പന കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 19 വർഷമായി പോലീസിനെ കബളിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇടുക്കി DCR BDY SP KR ബിജുവിന്റെയും കട്ടപ്പന DYSP VA നിഷാദ് മോന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളം നെടുമ്പാശ്ശേരിക്കടുത്തുള്ള കാരക്കുന്നത്തു നിന്നാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. 19 വർഷമായി യുവതിയെ പോലീസ് തെരഞ്ഞു വരികയായിരുന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശാനുസരണം കട്ടപ്പന DYSP VA നിഷാദ് മോൻ, DCRB ഇടുക്കി DYSP KR ബിജു, SPO ജയേഷ് മോൻ, ജോബിൻ ജോസ്, വനിത SPO VV സബീന ബീബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി. സിറ്റി വിഷൻ, കട്ടപ്പന. മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസെയിലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാസെയിലിംഗ് പരീക്ഷണ പ്രകടനം നടത്തി. 2 ദിവസം കൂടി പരീക്ഷണ പറക്കൽ നടത്തിയതിനു ശേഷം അനുകൂലമായ എല്ലാ സാഹചര്യവും ഉണ്ടെങ്കിൽ മാത്രമാകും പദ്ധതി ആരംഭിക്കുക. ജില്ലയിൽ ആദ്യമായിട്ടാണ് പാരാസെയിലിംഗ് നടത്തുന്നത്. പ്രകൃതി മനോഹാരിത മാത്രമല്ല, വ്യത്യസ്തമായ വിനോദ ഉപാധികൾ കൂടി മൂന്നാറിലേക്ക് എത്തിച്ച് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇടുക്കിക്ക് ഒട്ടും പരിചിതമല്ലാത്ത പാരാസെയിലിംഗ് എന്ന പദ്ധതിയുമായി രംഗത്തെത്തിയത്. വിശാലമായ മാട്ടുപ്പെട്ടി ജലാശയത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരീക്ഷണ പറക്കലും നടത്തി. കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പവർ ബോട്ട് മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് വരുമാനം പങ്കിടൽ വ്യവസ്ഥയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കം. പ്രകൃതി മനോഹാരിതയുടെ നടുവിൽ ഇടുക്കിക്ക് പരിചിതമല്ലാത്ത പുതിയ പദ്ധതി എത്തുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷ.
കമ്പനിയാണ്, കൊച്ചി ബേസായ കമ്പനിയാണ് ഈ ബോട്ട് നിർമ്മിച്ചത്. മാട്ടുപ്പെട്ടി ഡാമിൽ ആദ്യമായിട്ട് ഇവിടെ ഇപ്പോൾ പാരാസൈലിങ്ങിൻ്റെ ഒരു ട്രിപ്പ് ആരംഭിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണം. അതിൻ്റെ ട്രെയിലറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൊച്ചിയിലാണ് ഇത് നിർമ്മിച്ചത്. മൂന്നാറിന്റെ ടൂറിസം രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് പദ്ധതിക്കെതിരെ വനം വകുപ്പ് രംഗത്തെത്തിയത് ഏറെ വിവാദമായിരുന്നു. മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്ക് തുരങ്കം വയ്ക്കാൻ വനം വകുപ്പ് വ്യാപകമായി നീക്കം നടത്തുന്നുവെന്ന ആരോപണവും ശക്തമാണ്. സിറ്റി വിഷൻ, മൂന്നാർ. കഴിഞ്ഞ മാസം 15-ന് കൊർത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞ് പ്രസവശേഷം മരിച്ച സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. കൊർത്തിക്കുടി സ്വദേശികളായ ആശ ഷിബു ദമ്പതികളുടെ കുഞ്ഞാണ് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തത്. 14-ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യനില വേണ്ടവിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് കാര്യങ്ങൾ ഈ നിലയിലെത്താൻ ഇടയാക്കിയതെന്നാണ് ആക്ഷേപം. അതേസമയം യുവതിയെ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് തിരികെ അയച്ചതെന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കുരുത്തിക്കുടി സ്വദേശിനിയായ ആശ വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ മാസം 14-ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യുവതിയെ വിവിധ പരിശോധനകൾക്ക് വിധേയയാക്കുകയും ചെയ്തു. പിന്നീട് യുവതിയെ ആശുപത്രിയിൽ നിന്നും തിരികെ അയച്ചു. പ്രസവാവശ്യത്തിനായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിലെത്തി അഡ്മിറ്റായാൽ മതിയെന്ന ആശുപത്രി അധികൃതർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തിരികെ ഉന്നതിയിലേക്ക് പോയതെന്ന് യുവതിയുടെ ഭർത്താവ് പറയുന്നു. രാത്രിയോടെ യുവതിക്ക് വയറുവേദന കലശമായി. രാത്രി തന്നെ ദമ്പതികൾ വീണ്ടും ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ കാനനപാതയിൽ ആനയുടെ മുമ്പിൽപ്പെട്ടു. ഏറെ ദൂരം യാത്ര ചെയ്ത ഇവർ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തി. പരിശോധനയിൽ യുവതിയുടെ പ്രസവം അടുത്തതായി തിരിച്ചറിയുകയും സർജറിക്കായി അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ആവശ്യസമയം ലഭ്യമല്ലാതിരുന്നതിനാൽ മറ്റൊരാശുപത്രിയിലേക്ക് യുവതിയെ മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. പിന്നീട് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതിയെ എത്തിച്ചു. സർജറിയിലൂടെ യുവതിയുടെ പ്രസവം നടന്നുവെങ്കിലും കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായിരുന്നില്ല. വൈകാതെ കുഞ്ഞു മരിച്ചു. കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ യുവതിയുടെ ബന്ധുക്കൾ തുടർ ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 14-ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യനില വേണ്ടവിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് കാര്യങ്ങൾ ഈ നിലയിലെത്താൻ ഇടയാക്കിയതെന്നാണ് ആക്ഷേപം. ഞങ്ങളിവിടെ വന്നു. എൻ്റെ കൊച്ചിനെയായിട്ട് വയറുവാനായിട്ട് അവിടെ പനിയും വയറുവാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ട് ഇവിടെ വന്ന് നോക്കിയിട്ട് പൈപ്പിലൈൻ സ്കാൻ ചെയ്തു, ഞങ്ങൾ മൂത്രം പരിശോധിച്ച് എല്ലാം ചെയ്ത് ബ്ലഡ് പരിശോധിച്ച് എല്ലാം ചെയ്ത് ഞങ്ങൾ നോക്കി കുഴപ്പമില്ലാന്ന് പറഞ്ഞു വിട്ടു. അവരെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, കുഴപ്പമില്ലാഞ്ഞുകൊണ്ടാണ് അവരും വിട്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് കൊച്ചിനെ വീട്ടിൽ പോയി പ്രസവനമായി. തിരിച്ച് ഞങ്ങൾ വണ്ടിയും വിളിച്ച് രാത്രി 1, 1:30, 2 മണിയായി ഇവിടെത്തിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഡോക്ടറില്ല. അപ്പോഴത്തേന് പുള്ളിക്കാരത്തി പറഞ്ഞ് നമുക്ക് സമയം കഴിഞ്ഞു പോയി, എത്രയും വേഗം നിങ്ങൾ മോഷറിൽ എത്തണം, സിസ്റ്ററിനാണ് കൊച്ചിനെ കൂടെ എത്താനുള്ള സമയം, നമുക്ക് സൗകര്യം ഉള്ള സ്ഥലത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ സിസ്റ്ററിനായിട്ട് ഇവിടെ പോയി ഞങ്ങൾ കിടക്കണമെന്ന്. ഞങ്ങളവിടെ പോയി ഉടനെ അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് കയറ്റി അപ്പോൾ സിസ്റ്റർ കഴിഞ്ഞ് കൊച്ചു മരിച്ചു. അതേസമയം യുവതിയെ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് തിരികെ അയച്ചതെന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. 14-ാം തീയതി രാവിലെ ഈ പ്രസ്തുത പേഷ്യൻ്റ് ഡോക്ടർ സോളിയുടെ കോപ്പിയിൽ വരികയും ഇവർക്ക് പനി ഉണ്ടെന്ന് പറയുകയും മാഡം അത് ഗൈനക്കോളജിസ്റ്റ് അതിനുള്ള ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും വിട്ടു. അതിനുശേഷം ലേബർ റൂമിൽ വെച്ച് ഇവരെ കാണുകയും ഇവർ പരിശോധിച്ചതിന് ഇവരുടെ ഹാർട്ട് ബീറ്റും കുട്ടിയുടെ ഹാർട്ട് ബീറ്റൊക്കെ പരിശോധിച്ചു. അതൊന്നും കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി. നല്ലൊരു യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായി. അതിനുള്ള ഇൻജക്ഷൻ. കോട്ടയത്ത് നിന്നും യുവതി കൊർത്തിക്കുടിയിലെ വീട്ടിലേക്ക് തിരികെ എത്തിയിരുന്നു. യുവതി ഇന്നലെ വീണ്ടും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ സംഭവത്തിലാണ് നവമാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. കൊർത്തിക്കുടി ആദിവാസി ഉന്നതിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധവുമായി ആദിവാസി ക്ഷേമസമിതി രംഗത്ത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആദിവാസി ക്ഷേമസമിതി നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതിയുടെ ആരോഗ്യനില വേണ്ടവിധം മനസ്സിലാക്കാതെ
ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്ന ആരോപണം ആദിവാസി ക്ഷേമസമിതിയും മുമ്പോട്ട് വയ്ക്കുന്നു. കുറുത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധവും അടിമാലി താലൂക്ക് ആശുപത്രിക്കെതിരെ ആക്ഷേപങ്ങളും ഉയരുന്നതിനിടയിലാണ് വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ആദിവാസി ക്ഷേമസമിതിയും രംഗത്തെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആദിവാസി ക്ഷേമസമിതി നേതാക്കൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതിയുടെ ആരോഗ്യനില വേണ്ടവിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്ന് ആദിവാസി ക്ഷേമസമിതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി MR ദീപു വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വയറുവേദന കലശലായതിനെ തുടർന്ന് വീണ്ടും ജീപ്പ് വിളിച്ച് ഈ വനത്തിനുള്ളിലൂടെ 46 കിലോമീറ്റർ പിന്നിട്ട് വീണ്ടും താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വന്നപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ ഓൺ കോളിൽ ഇവിടെയുള്ള നേഴ്സ് അറിയിച്ചെന്ന് പരിശോധിച്ചു. അപ്പോൾ നേഴ്സ് പരിശോധിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി അവർ തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ ആ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ പോയി കഴിഞ്ഞ് സിസേറിയൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് അടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏറ്റവും അടിയന്തരമായിട്ട് ICU ആംബുലൻസ് വേണമെന്ന് അവർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ പ്രൊമോട്ടർ എടുത്ത് ബന്ധപ്പെട്ട് ചേർന്നു. ആ സമയത്താണ് പ്രൊമോട്ടർ അറിയുന്നത് ഇങ്ങനെ ഒരു രോഗി ഇവിടെ വന്നിരുന്നു എന്നും. സംഭവത്തിൽ അന്വേഷണം നടത്തി താലൂക്ക് ആശുപത്രിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആദിവാസി ക്ഷേമസമിതി ആവശ്യം ഉന്നയിക്കുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെട്ട നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുമ്പോഴാണ് അതിന് വിപരീതമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ആദിവാസി ക്ഷേമസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആദിവാസി ക്ഷേമസമിതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി MR ദീപു, പ്രസിഡന്റ് ഗോപിരാമൻ, ഷിജു എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വീണ്ടും വാർത്തകളിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ വീട്ടമ്മ കെട്ടിടം തകർന്നു വീണ് മരിച്ചതിൽ വീഴ്ച ആരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്.
ഇതിന്റെ ഭാഗമായിട്ടാണ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ആരോഗ്യമന്ത്രിയുടെ ഇടപെടലാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി ആവശ്യപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരു പാവപ്പെട്ട രോഗി മരിക്കുകയും രോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ മരിക്കുകയും, എന്നാൽ ഈ അപകടം നടന്ന സ്ഥലത്ത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു ആൾ മണ്ണിനടിയിൽ പെട്ടിട്ടില്ല എന്നും ചുമ്മാ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് രക്ഷാദൗത്യം താമസിപ്പിക്കുകയും ചെയ്ത വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് ടൗണിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. DCC മെമ്പർ ലിജോ മുണ്ടപ്പായ്ക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ, പഞ്ചായത്ത് അംഗം ബെന്നി പാലക്കാട്ട്, മിനി ബേബി, സുജിത്, സിനി മൂലംകുഴിയിൽ, ടിൻസൺ, തങ്കച്ചൻ പുളിക്കൽ, അജി കാട്ടുമന, അർജുൻ ഷിജു, KK രാജൻ, ഷാജു പഴംപ്ലക്കൽ, ഷാജി രത്തപ്പള്ളി, ബിജു മക്കുഴി, പൗലോസ് കൂട്ടുങ്കൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിലെ ക്രമക്കേട് സംബന്ധിച്ച കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പ്രസിഡന്റ് KJ ജെയിംസ്. ആരോപണ വിധേയനായ താൽക്കാലിക ജീവനക്കാരനെ സംരക്ഷിക്കുന്ന നിലപാട് UDF പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. പ്രസിഡന്റിന്റെ ലോഗിൻ ID ടെക്നിക്കൽ അസിസ്റ്റന്റ് ദുരുപയോഗം ചെയ്ത് ബില്ലുകൾ മാറിയെന്നും പ്രസിഡന്റിന്റെ ലോഗിൻ ID ടെക്നിക്കൽ അസിസ്റ്റന്റ് ദുരുപയോഗം ചെയ്ത 12 ലക്ഷം മുതൽ മുടക്കുള്ള വാക്കത്തി, 22 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള മേമാരി, കമ്മ്യൂണിറ്റി ഹാളുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ ബില്ലുകൾ മാറിയെടുക്കുകയാണ് ചെയ്തത്. നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ബില്ലുകൾ തനിക്ക് നൽകിയിട്ടില്ലെന്നും KJ ജെയിംസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് പരാതിയും നൽകിയിരുന്നു. ഇതേ ജീവനക്കാരൻ മറ്റൊരു കരാറുകാരന്റെ ലൈസൻസ് ഉപയോഗിച്ച് ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുകയും പൂർത്തീകരിക്കാത്ത ബില്ലുകൾ മാറിയെടുക്കുകയും ചെയ്തു. കൂടാതെ ഹോമിയോ ആശുപത്രിയുടെ അറ്റകുറ്റപ്പണി നടത്താതെയും ബില്ല് മാറിയെടുത്തു. ഇത് സംബന്ധിച്ച് 2 തവണ മെമ്മോ നൽകിയിട്ടും മറുപടി ലഭിച്ചില്ല. ലോഗിൻ ID ദുരുപയോഗം ചെയ്തത് സംബന്ധിച്ച് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു. വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഹോം സ്റ്റേ, റിസോർട്ടുകൾ എന്നിവ നിർമ്മിക്കാൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒത്താശ നൽകി. നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് 2024 ഏപ്രിൽ 9 സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് ജീവനക്കാരനെ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചും അപ്രൈസ്ഡ് കമ്മിറ്റിയെ സ്വാധീനിച്ചും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. കോടതിയിൽ ജീവനക്കാരൻ സമർപ്പിച്ചത് വ്യാജരേഖകളാണെന്നും അപ്രൈസ്ഡ് കമ്മിറ്റിയെ സ്വാധീനിച്ചതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും KJ ജെയിം പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കേണ്ട ആള് മെമ്പറാണ്. അപ്പോൾ ഈ മെമ്പർ ഈ പറഞ്ഞ കരാറുകാരൻ്റെ കൂടെ സഹായിക്കുന്ന തരത്തിലോട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തട്ടിപ്പ് നടത്തിയാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ ഒരു 2 വർഷത്തിന് ശേഷം ഇയാളെ തിരിച്ചെടുക്കണമെന്നും ഇയാൾക്ക് നമ്മൾ പൈസ കൊടുത്തില്ല. 3-ാം വാർഡ് കണ്ണമ്പടി. അതെ, അതിനകത്ത് LDF-ഉം പെട്ട ആളുകളും വന്നിട്ടുണ്ട്. LDF ഇല്ല, ഭരണകക്ഷിപ്പെട്ട ആളുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ ഇത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ LDF-ലൊക്കെ ഇത് കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിലവിലുണ്ട്, ആളെ നമുക്കിവിടെ തുറന്നു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടിയും അതിൻ്റെ ഭാഗത്തുണ്ടായില്ല. നമ്മൾ ഇതുവരെ പിരിച്ചുവിടാനുള്ള തീരുമാനമൊക്കെ എടുത്തു. എന്നാൽ പിന്നീട് നമുക്ക് കോടതിപരമായി തിരിച്ചു വന്നു. അതെ, അതൊരു പ്രശ്നമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായാൽ മുമ്പ് വനിതാ ജീവനക്കാരിയെ സ്വാധീനിച്ച് വ്യാജ മിനിറ്റ്സ് തയ്യാറാക്കുകയും നിയമവിരുദ്ധമായി റോഡ് ആസ്തി രജിസ്റ്ററിൽ ചേർത്തതായും KJ ജെയിംസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. മാങ്കുളം കള്ളക്കോട്ടിക്കുടിയിലെ കുടുംബങ്ങളുടെ ദുരിതയാത്ര ഈ മഴക്കാലത്തും തുടരുന്നു. ഉന്നതിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതാണ് കുടുംബങ്ങളുടെ ദുരിതയാത്രയ്ക്ക് കാരണം.
2018 പ്രളയത്തിൽ പുഴയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന പാലം ഒഴുകിപ്പോവുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ മഴക്കാലത്തും കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ കുടിനിവാസികൾ കെട്ടിയുണ്ടാക്കുന്ന ഈറ്റപ്പാലത്തിലൂടെയാണ് കുടുംബങ്ങളുടെ സാഹസിക യാത്ര. 2018 പ്രളയത്തിലായിരുന്നു കള്ളക്കൊട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തേക്ക് എത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. കൊടിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് 7 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷേ പാലം യാഥാർത്ഥ്യമാക്കാതെ വന്നതോടെ ഈ മഴക്കാലത്തും ഇവരുടെ ദുരിതം തുടരുകയാണ്. വലിയ നേരത്തെ ഉള്ള പാലം ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി. ഞങ്ങൾ സ്വന്തമായിട്ട് ഇത് 2-3 കൊല്ലമായിട്ട് പണിന്ന് ഇത് ഉണ്ടാക്കുമായിരുന്നു. അതിപ്പോൾ എല്ലാം പോയതാണ് പാലം. അരുവ് മേടിക്കണത് ഈ പാലത്ത് തന്നെയാണ് കറങ്ങാൻ പോകണം, ഇല്ലെങ്കിൽ നടക്കില്ല. അത് അങ്ങനെയുള്ളൊരു പ്രശ്നമാണ്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുക അനുവദിച്ചുവെന്നും നിർമ്മാണ ജോലികൾ നടത്തുന്നുമെന്നുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മുമ്പുണ്ടായിരുന്നു. പക്ഷേ പുതിയതായി ഒന്നും സംഭവിച്ചില്ല. അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ അക്കരെ ഇക്കരെ കടക്കാൻ കുടിനിവാസികൾ തന്നെ ഓരോ മഴക്കാലത്തും ഈറ്റ കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പറയത്തക്ക ഉറപ്പൊന്നുമില്ലാത്ത പാലത്തിലൂടെയാണ് ഉന്നതിയിലെ മുഴുവൻ ആളുകളുടെയും യാത്ര. മഴക്കാലത്താകുമ്പോഴത്തേനും 2018 തകർന്നു പോയ പാലമാണിത്. അപ്പോഴത്തേനും മഴക്കാലത്ത് 10-16 പിള്ളേർ സ്ഥിരം ഇതിൽ കൂടിയാണ് പോണേ, ഈ പാലത്തിൽ കൂടി ഞങ്ങളുടെ. അപ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 5-6 കൊല്ലമായിട്ട് ഈ പാലത്തിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത്, ഈറ്റപ്പാലത്തിൽ കൂടി. ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഈറ്റപ്പാലത്തിലൂടെ യാത്ര ചെയ്യവേ ഉന്നതിയിലെ ഒരു ബാലിക പാലത്തിൽ നിന്നും പുഴയിൽ പതിക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. നടന്ന് വരുമ്പോഴത്തേനും കാല് സ്ലിപ്പായിട്ടാണ് താഴെ പോവുക. എന്നിട്ട് ഒരു കമ്പി ഉണ്ടായിരുന്നു, പാലത്തിന് വലിച്ചു കെട്ടുന്ന കമ്പി, അതിൽ തൂങ്ങി എന്നാണ് പുള്ളി പാരൻസ് വന്നിട്ട് കൈവലിച്ച് മുകളിലൊക്കെയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. കള്ളക്കുട്ടിയിലെ കുടുംബങ്ങൾക്ക് അരിയുൾപ്പെടെ ആവശ്യ വസ്തുക്കൾ എന്ത് വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരെ എത്തണം. ഉന്നതിയിലെ കുട്ടികളും പുഴ കടന്നു വേണം വിദ്യാലയത്തിലെത്താൻ. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. തകർന്ന പാലത്തിന് പകരം പുതിയ പാലം മാത്രമല്ല, കള്ളക്കുട്ടിക്കുടിയിലെ റോഡിന്റെയും നിർമ്മാണം നടത്തേണ്ടതായുണ്ട്. വരും ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തിയാർജിക്കുന്നതോടെ പുഴയുടെ അക്കരെ ഇക്കരെ മരങ്ങളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ചിട്ടുള്ള വളരെ ഉയരവും നീളവുമുള്ള ഈറ്റപ്പാലത്തിലൂടെ സാഹസിക യാത്ര തുടരേണ്ടി വരുമല്ലോ എന്ന നിസ്സഹായാവസ്ഥയിലാണ് കള്ളക്കുട്ടിയിലെ ആദിവാസി കുടുംബങ്ങൾ. സിറ്റി വിഷൻ, മാങ്കുളം. വെള്ളത്തോവൽ കൃഷിഭവന്റെയും വെള്ളത്തോവൽ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയെന്ന കൃഷിവകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി നടന്നത്. വെള്ളത്തോവൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി എൽദോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും പച്ചക്കറി കൃഷി ഇറക്കുന്ന കർഷകർക്ക് കൂടുതൽ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതിനും ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് വെള്ളത്തോവൽ കൃഷിഭവന്റെയും വെള്ളത്തോവൽ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചത്. വെള്ളത്തോവൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി എൽദോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KB ജോൺസൺ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അടിമാലി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മത്തായി കർഷകർക്കായി ക്ലാസ് നയിച്ചു. വെള്ളത്തോവൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ജയൻ, വെള്ളത്തോവൽ കൃഷിഭവൻ കൃഷി ഓഫീസർ പ്രിയ പീറ്റർ എന്നിവർ സംസാരിച്ചു. വിവിധയിനം പച്ചക്കറി തൈകൾ കർഷകർക്ക് വിതരണം ചെയ്തു. ജൈവ ജീവാണു കീടനാശിനികളും പരിപാടിയിൽ കർഷകർക്ക് ലഭ്യമാക്കി. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെടുങ്കണ്ടം തൂക്കുപാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ മർദ്ദിച്ചതുകൊണ്ടുള്ള മനോവിഷമം മൂലമെന്ന ആരോപണം. വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ ബോധപൂർവം ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. മുക്കുവെണ്ടം പണയം വെച്ച് പണം തട്ടി മുങ്ങിയ പിടികിട്ടാപ്പുള്ളിയായ യുവതിയെ 19 വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി.
മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസെയിലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.